അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ലെവലിലും ഒക്കെ ഇതുവരെ നടക്കാതിരുന്ന ഒരു വലിയ സംഭവത്തിന്റെ ആഘോഷം നാളെ സാഹിത്യ അക്കാദമിയുടെ തിരുമുറ്റത്ത് നടക്കാൻ പോവുകയാണ്. കേരള സോഷ്യൽ മീഡിയ ലിറ്ററസി ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫെസ്റ്റ് 50ഓളം സാഹിത്യ ഗ്രൂപ്പുകളുടെ സാന്നിധ്യത്തോടു കൂടി 5 ഗ്രൂപ്പുകളുടെ മേധാവിത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ ലീഡർഷിപ്പിൽ ആ പ്രോഗ്രാം നടക്കുകയാണ്. 3 ദിവസമായിട്ടുണ്ട്. ശനി, ഞായർ, തിങ്കൾ എന്നീ 3 ദിവസങ്ങളിൽ 9, 10, 11 എന്നീ 3 ദിവസങ്ങളിലാണ് ഈ പരിപാടി നടക്കുക. ഈ പരിപാടിയെക്കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഫെസ്റ്റ് ഡയറക്ടർ കൊല്ലം സാർ പറയും. പിന്നെ ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ആദ്യം തന്നെ മൈക്കെടുത്തത്. ഞാൻ ഫെസ്റ്റിന്റെ ജനറൽ കൺവീനറാണ് NFP. നമ്മുടെ സോഷ്യൽ മീഡിയ അത് ഇന്ന് വളരെയധികം മോശമായ ഒരു അന്തരീക്ഷത്തേക്കൂടെ കടന്നു പോവുകയാണ്. കൊച്ചു കുഞ്ഞു തൊട്ട് അപാലവൃദ്ധം ആൾക്കാരിലും ഈ സോഷ്യൽ മീഡിയ നമ്മുടെ മൊബൈൽ വഴി നമ്മളിലേക്ക് എത്തുമ്പോഴത്തേക്ക് അതിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും ആഘാതം നൽകുന്ന രൂപത്തിലുള്ള വിപ്ലവകരമായിട്ടുള്ള ഈ മറുപടി പറച്ചിൽ. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഒരു പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ മുന്നും പിന്നും വിചാരിക്കാതെ കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ രൂപത്തിൽ ഇങ്ങനെ ഈ ഏറ് വരുമ്പോഴത്തേക്ക് നമ്മളെ സാംസ്കാരികമായിട്ട് മലയാളികളെ വളരെയധികം താഴേക്ക് പോയ ഒരു സാഹചര്യത്തിൽ മലയാളികളെ പ്രബുദ്ധരാക്കുക, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ആ വലിയ സംവിധാനം എങ്ങനെ നല്ല രൂപത്തിൽ എല്ലാവർക്കും പ്രയോജനകരമായ രൂപത്തിൽ നമുക്ക് നിലനിർത്താം, ആ പരിപാടിയെ എങ്ങനെ സജീവമായിട്ട് മനുഷ്യരുടെ വളർച്ചയ്ക്ക് വേണ്ടി, ഒത്തൊരുമയ്ക്ക് വേണ്ടി, കൂട്ടായ്മയ്ക്ക് വേണ്ടി എങ്ങനെ വിനിയോഗിക്കാം എന്നതിനെ കുറിച്ച് സംസാരിക്കാനും ആൾക്കാരുമായിട്ട് സംവദിക്കാനുമാണ് ഈ 3 ദിവസത്തെ പരിപാടി ഇവിടെ അരങ്ങേറുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളുടെ തിരുവിതാംകൂർ രാജകുടുംബാംഗമായിട്ടുള്ള ആദിത്യവർമ്മ തമ്പുരാനാണ്. ഇളം തലമുറ അദ്ദേഹത്തെ നമ്മൾ ഈ ഒരു വഴിയിലേക്ക് എത്തിച്ചത്. അതിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് പറയല്ലേ. അതേപോലെ തന്നെ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞാണ് മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി ഇവിടെ എത്തുന്നുണ്ട്. രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം മനുഷ്യത്വത്തിന് വേണ്ടിയും മനുഷ്യന്റെ ഒത്തൊരുമയ്ക്ക് വേണ്ടിയും ഒക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് സോഷ്യൽ മീഡിയയെ കുറിച്ച് കുറെ അധികം കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രാഹുൽ ഈശ്വറിന് മുഖ്യ പ്രഭാഷണം കൊടുത്തത്. നമ്മളെ രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടും വേർതിരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇവരെല്ലാം ഒന്നിച്ചു നിർത്താനുള്ള ഒരു വലിയ സംവിധാനം ഒരുങ്ങുന്നതിന്റെ പ്രാരംഭ നടപടികളാണ് ഇപ്പം പൂർത്തിയാകുന്നത്. ഈ പരിപാടിയിലെ എല്ലാ പത്രപ്രവർത്തകരുടെയും എല്ലാവരുടെയും സജീവമായ സാന്നിധ്യവും സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഈ ഫെസ്റ്റ് ഡയറക്ടർ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് സംസാരിക്കും. എല്ലാവർക്കും എന്റെ വീരമായ നമസ്കാരം. എന്റെ പേര് കൊല്ലം തുളസി, അല്ലെങ്കിൽ തുളസീധരൻ നായർ. ഞാൻ ഇതിന്റെ ഒരു ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിയാണ് എന്റെ ഡയറക്ടറായിട്ട് ധരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഫെസ്റ്റ് ഡയറക്ടറായിട്ട് ഞാൻ വന്നുപെട്ടു. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ കുറച്ച് സാഹിത്യവാസനയുണ്ട്, നോവൽ എഴുതിയിട്ടുണ്ട്, അങ്ങനെ പലതുണ്ട്. സാഹിത്യമുണ്ട്, കവിതകളുണ്ട്, സിനിമയുണ്ട്, നാടകമുണ്ട്. എല്ലാ തരത്തിലും ഒരു ഓൾറൗണ്ടറായിട്ട് അങ്ങേയറ്റവും ഇങ്ങേയറ്റവും നയിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ ഈ ആശയത്തോട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു വലിയ ഇന്ന് നമ്മളൊരു തരംഗമാണ്. നമുക്കറിയാം, പണ്ട് പ്രസ് മീഡിയയും വിഷ്വൽ മീഡിയയും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനും നിങ്ങളെ പോലെ ജേർണലിസ്റ്റ് ഒക്കെ പാസ്സായ ഒരാളാണ്, പഠിക്കുന്ന കാര്യത്തിൽ താല്പര്യം. പക്ഷെ ഒരു കാലത്ത് എനിക്ക് തോന്നി നമ്മളുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്ന ഒരു മേഖല കാര്യം നമ്മുടെ സ്വാതന്ത്ര്യത്തെ ധ്യാനിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പത്രധർമ്മങ്ങളുടെ പോകുന്നത് എന്ന് മനസ്സിലാക്കിയതിന്റെ പേരിൽ ഞാൻ സ്വയം മാറിയ ഒരാളാണ്. സോഷ്യൽ മീഡിയ നമുക്കറിയാം ഇന്നൊരു തരംഗമാണ്. യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉദ്ദേശിച്ച ഒരു വലിയ മഹത്തായ ഒരു ലക്ഷ്യമുണ്ട്. വാർത്തകളെ വലിയ കലർപ്പില്ലാത്ത രീതിയിൽ സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടെത്തുക. അത് സമൂഹത്തിന്റെ മുക്കിലും മൂലയിലും ഒളിഞ്ഞിരിക്കുന്ന വാർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങൾ അതിന്റെ പ്രാധാന്യത്തോടുകൂടി അറിയിക്കുക. സത്യസന്ധമായ ഒരു റിപ്പോർട്ടിംഗ് ആണ് ഇതെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഇന്ന് യൂട്യൂബർമാരുടെ കയ്യിലാണ്? ഞാൻ ആരെ കുറ്റപ്പെടുത്തി പറയില്ല. അവർക്ക് അവരുടെ റേറ്റിംഗ് കൂടണം. എന്നെ പോലുള്ള ഒരുപാട് വിട്ടുകാശാക്കിയിട്ടുള്ളതാണ്. ഞാൻ പറയാത്ത കാര്യങ്ങൾ ആഖ്യാന രൂപത്തിൽ കൂടെ പറഞ്ഞിരുന്നത്. എന്റെ തന്നെ ഉദാഹരണം ഞാൻ മറ്റുള്ള ഉദാഹരണത്തിലേക്ക് എന്റെ ഉദാഹരണത്തിൽ ഞാൻ പറയാം. ഈ കഴിഞ്ഞ അടുത്ത കാലത്ത് ഞാൻ പത്തനാപുരം ഗാന്ധി ഭവനിൽ സന്ദർശിക്കുകയുണ്ടായി. അതിനുമുമ്പ് ഞാൻ അവിടെ കുറെ പഠിക്കാനായിട്ട് അവിടെ കുറച്ച് നാളും താമസിച്ചു. അവർ വലിയ വെച്ചോണ്ട് ഞാനിവിടെ പറയുകയുണ്ടായി. സോഷ്യൽ മീഡിയക്കാർ ഒരുപാട് പേരുണ്ട്. ഞാനിവിടെ പണ്ട് വന്നിട്ടുണ്ട്, അനുഭവം കൊണ്ട് ഇവിടെ വരുന്നതിനെ കുറിച്ചൊക്കെ ഒരു വിശദീകരണം കൊടുത്തപ്പോൾ പത്രക്കാരൻ കൊടുത്തത് എന്താ, കൊല്ലം തുളസി ഗാന്ധി ഭവനിൽ അന്തേവാസിയായിരുന്നു.
അതുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. എൻ്റെ മകളുണ്ട്, കുടുംബക്കാരുടെ സുഹൃത്തുക്കൾക്ക് പലരും അന്വേഷിച്ചാൽ തുടങ്ങി തീർച്ചയായിട്ടും എന്ത് പറ്റി, എന്താ പറ്റി, ഞങ്ങൾ വളരെ മോശമാണ്. ചെറിയൊരു അന്വേഷണം ക്യാപ്ഷൻ എന്താണ് കൊല്ലം തുളസി ഗാന്ധി കോളേജ് തെറ്റായ ഒരു ഇൻഫർമേഷൻ ആണ്. അതുപോലെ തന്നെ പണ്ടൊരിക്കൽ എന്നൊരു ഉദാഹരണക്കൂടെ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നത്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഏതെങ്കിലും അടുത്ത കാലത്ത് ഇന്നെല്ലാം സംഭവം അറിയാം. കോൺഗ്രസ് ഭവനിൽ നടന്ന നമ്മുടെ ഒരു നിയുക്ത MLA മറ്റൊരു നേതാവ് ഒന്ന് ആശ്ലേഷമെന്ന് ഞാൻ പറയുന്നില്ല, സന്തോഷമുള്ള നിങ്ങളൊക്കെ സിനിമാ നടികന്മാർ പരസ്പരമാണെന്ന് ചെയ്യാൻ പറ്റിയിരിക്കുന്നത് എല്ലാവരും പറ്റത്തില്ല. അതൊരു അശ്ലീല ചിന്തയോ അശ്ലീല ചോദ്യമൊന്നും അതിനകത്തില്ല. പക്ഷെ അതിനെ ഇന്നിപ്പോ നോക്കുമ്പോൾ എല്ലാം അതിനകത്ത് അതാണ് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു. വാർത്തകൾ പോകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. നിയുക്ത MLA ഒരു കോൺഗ്രസ് നേതാവ് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു പരസ്യമായിട്ട്. എത്ര വാക്കുപരങ്ങളാണ്, എത്ര പേര് വേദനിപ്പിച്ചു, കുടുംബം കാണുന്നവരുണ്ട്. അത് വിഷയമാണെന്ന് കണ്ടതിനാണെന്ന് ചെയ്തു. അത് അത്തരം വ്യാഖ്യാനങ്ങൾ, അത്യാവശ്യം ദുർവ്യാഖ്യാനങ്ങളൊക്കെ എങ്ങനെ ഒഴിവാക്കാനുള്ള ഒരു ചിന്ത വന്നപ്പോഴായിരിക്കാം. പണ്ടൊരു ചാനലിൽ ഞാൻ ഒരു ഡിസ്കഷനിലിരിക്കുമ്പോൾ, ചാനലിന്റെ പേരൊന്നും പറയുന്നില്ല, അന്ന് വെള്ളാപ്പള്ളി നടേശന്റെ BRDS ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയത്ത് എന്നോട് പത്രപ്രവർത്തനം ചോദിച്ചു, ഈ BJPയിലേക്ക് BJDS വന്നുകൊണ്ട് വല്ല പ്രയോജനം, ഉദാഹരണം പറയുക, വല്ല പ്രയോജനം ഉണ്ടായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് പശു പാല് കിട്ടുമെന്ന് വിചാരിച്ചാണ് പശുവിനെ വാങ്ങിച്ചത്, അത്ര ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ എഴുതി വന്നു വെള്ളാപ്പള്ളി പ്രദേശം മച്ചിൽ പശു എന്ന് പറഞ്ഞത്. നോക്കിയിട്ട് ഉണ്ടാക്കാൻ അതിന്റെ ഒരു ഫലങ്ങൾ എത്രയോ പേരെ വിമർശിച്ച് ചീത്ത കൂട്ടി. അപ്പോൾ അന്നേരത്തെ റേറ്റിങ്ങിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ചെറിയ ന്യൂസ് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളുടെ ദൂരമാണ്. ഇതിനെല്ലാ തരത്തിലും ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം മുൻകാല പത്രങ്ങളിലുള്ള ആളുകളാണ് നിങ്ങൾ തിരിച്ചറിയാം. അതിനകത്ത് ഇതായിട്ട് വിഷ്വൽ മീഡിയ വന്നപ്പോൾ ഏതോ യാഥാർത്ഥ്യങ്ങളൊക്കെ വേറെ മനസ്സിലാക്കുമ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് സംഘടിപ്പിക്കും, എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും, എങ്ങനെ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയും എന്നതിനെ കുറിച്ചുള്ള സജീവമായ ചർച്ചയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പൊ ഇതിനകത്ത് ഇതിന്റെയൊക്കെ ആദ്യത്തെ സംഘാടകർ പ്രകൃതിപ്പെട്ടവരാണ് നമ്മൾ സച്ചിദാനന്ദ മാഷ്, കേരള സാഹിത്യ അക്കാദമി ചെയർമാനായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ സഹകരിക്കാനൊക്കെ വന്നപ്പോൾ അതുപോലെ വൈശാഖൻ, അതുപോലെ പല സാഹിത്യ നേതാക്കന്മാർക്ക് നല്ല ആശയത്തിൽ ചോദിച്ചു. ഒരു സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്തു. അപ്പൊ അതിൻ്റെയാണ് ഞാൻ വന്നുപെട്ടത്. അപ്പൊ ഞാൻ അറിയാത്ത ഒരു മുദ്ര വീട്ടിലുള്ള സാങ്കേതികം എനിക്കറിഞ്ഞൂടാ. ഞാൻ BJP ചേർന്നിട്ടുമില്ല, BJP ആയിട്ടുമില്ല, ഞാൻ RSS പ്രവർത്തനമില്ല, ഇതൊന്നുമല്ല. ഞാനിപ്പോ ഒരു പഴയ ഒരു കോൺഗ്രസിനെ ഇടയ്ക്ക് ചെറിയൊരു ചായ എന്ന് പറഞ്ഞു, രണ്ടു വാക്ക് പറഞ്ഞില്ല, സംഖ്യ ആയിട്ടില്ല. അപ്പൊ അതിന് പറഞ്ഞത് ഞാൻ സംഘികളുടെ ഒരു കൂട്ടായ്മയാണ് ഇതെന്ന് രൂപയാക്കിയായിരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആരോടും ഉന്നയിച്ച് മാറി. ചിലവരെ ഞാൻ പറഞ്ഞു ഇത്തരം ദുർവ്യാഖ്യാനങ്ങൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോടൊക്കെ എനിക്ക് പറയാം, നിങ്ങളുടെ ഉപദേശങ്ങളോട് നിങ്ങളൊക്കെ പ്രായമുള്ള നിങ്ങളുടെ അപ്പൂപ്പന്റെ പ്രായമുള്ള ആളുകൾ ഈ മഹത്തായ ഈ മീഡിയ വളരെ ശക്തമായ ഫോർത്ത് എസ്റ്റേറ്റ് നിങ്ങളോട് പഠിച്ചിട്ടുണ്ട്, ഞാനും പഠിച്ചിട്ടുണ്ട്. ഫോർത്ത് എസ്റ്റേറ്റ് തന്നെയാണ് അതിനെ ഇപ്പോൾ ദുരുപയോഗപ്പെടുത്തുന്നത് വാർത്തകൾ സൃഷ്ടിക്കാൻ. ഇപ്പൊ നമ്മുടെ കോൺഗ്രസിന്റെ ഇടയിൽ നടക്കുന്ന അടികളെ കുറിച്ചൊക്കെ അവസാനം ഇതിനധികം സത്യം എന്താണ്, സത്യം അറിയണമല്ല. അപ്പൊ അത്തരം കാര്യങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയും ഒരു പുതിയ ആശയം കൊണ്ടുവരാനുള്ള ഒരു ഉദ്ദേശമാണ് ഇതിന്റെ സംഘാടകരായ ഉള്ളത്. അതിന് ഞാൻ നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു സാഹിത്യ മത്സരങ്ങളുണ്ട്, ബുക്കുകൾക്ക് ഞങ്ങൾക്ക് പുരസ്കാരങ്ങൾ കൊടുക്കുന്നുണ്ട്, സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പുരസ്കാരങ്ങൾ, ഒരുപാട് ആശയങ്ങളായിട്ട് 3 ദിവസം നീണ്ടു നിൽക്കുന്ന വളരെ വിശാലമായ ഒരു പരിപാടിയാണ് ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ നിങ്ങൾക്കും അതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടേതായ ഒരു ശൈലിയുടെ ഇതിനെക്കുറിച്ച് സ്വയം വിമർശനം നടത്തിയ മറ്റുള്ളവരെ വിമർശിച്ച് നേരായി കൊണ്ടുവരാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അത് ഇത്ര തന്നെ വളരെ സിമ്പിളാണ്. ഞങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഓരോരുത്തരുടെ പേര് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മള് കുറച്ചുകൂടി
ഞങ്ങളൊക്കെ കൂടുതൽ അറിയപ്പെടാത്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ അറിയപ്പെടുന്നവരുടെ പേരുകൾ പ്രഖ്യാപിച്ചു മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ആളുകൾ ചോദിച്ചു. അപ്പൊ രാഹുൽ ഈശ്വറിന്റെ പേര് പറഞ്ഞു, ഞങ്ങളുടെയൊക്കെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരുന്നത്. അത് വേറെ ഒന്നുമല്ല. ഞങ്ങൾ എല്ലാവരും തന്നെ എല്ലാവരും ഉണ്ടാവും സംസാരിക്കാനായിട്ട്. എന്റെ പേര് രഘു കലറക്കൽ, കൊച്ചിൻ സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, സാഹിത്യം എന്ന് പറയുന്നത് ആരുടെയും സ്വത്തല്ല, എന്നാൽ എല്ലാവരുടെയും സ്വത്താണ്, എല്ലാവരിലും ഉള്ളതുമാണ്. പക്ഷെ സാഹിത്യത്തിൽ ഒരുപാട് ഉന്നതി നേടിയ പ്രമുഖരായ ധാരാളം ആൾക്കാർ, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, അവര് തീർച്ചയായും വളർന്നു വരുന്നവരെ ചവിട്ടി താത്തുന്നു എന്നുള്ള ഒരു സത്യാവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളെ പോലെ തന്നെ. ലിറ്ററസി ആണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്, സാഹിത്യം തന്നെയാണ്. സാഹിത്യം അല്ലാത്ത ലിറ്ററസി വന്നതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ലിറ്ററസി, നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ ശരിക്കും പറഞ്ഞാൽ സാക്ഷരതയിൽ തന്നെയാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ധാരാളം അബദ്ധങ്ങളുണ്ട്. അബദ്ധം അറിയാതെ ചെന്നുപെടുന്നവർ ധാരാളം പേരുണ്ട്. അവരെ പുനരുദ്ധരിപ്പിക്കുക, അവരെ ഒന്നുകൂടി പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശം ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലിറ്ററസി വന്നത്. ബാധിക്കാറുള്ളത് മാധ്യമപ്രവർത്തനാണ്. ആ മാധ്യമപ്രവർത്തനം ആരും ഇതിൽ കണ്ടില്ല. സോഷ്യൽ മീഡിയ ലിറ്ററേച്ചർ ലിറ്ററസി ചെയ്യുന്നെങ്കിൽ മാധ്യമപ്രവർത്തനൊക്കെ അത് മുതിർന്ന മാധ്യമപ്രവർത്തനം വേണ്ടതല്ലേ? നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. നമ്മളോട് പറയാം, നമ്മളിപ്പം നിലവില് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലുള്ള എഴുതുന്ന അല്ലെങ്കിൽ അത് കാണുന്ന ഓരോരുത്തരും ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ സ്വയം വായിച്ചെടുത്ത് അണിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് വാർത്തകൾ കാണുന്ന സമയത്ത് ആ വാർത്തയുടെ പൊരുൾ അറിയാതെ ആ വാർത്തക്കിടയ്ക്കുള്ള എന്തെങ്കിലും ഒരു കാര്യം, അയാൾക്ക് താല്പര്യമുള്ള ഒരു വിഷയം, അല്ലെങ്കിൽ അയാളെ ശത്രുവാണെങ്കിൽ ആ ശത്രുവിനെ കുറച്ചുകൂടെ ശത്രുവാക്കാൻ പറ്റുന്ന ഒരു കാര്യം, അത് അയാൾ പൊലിപ്പിച്ച് അയാൾക്ക് പറ്റുന്ന രൂപത്തിൽ ആരുടെ അനുവാദം ഇല്ലാതെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് സോഷ്യൽ മീഡിയ. ആ സോഷ്യൽ മീഡിയ ഇപ്പൊ നിലവിലുള്ള മുതിർന്നവരായിട്ടുള്ള പത്രപ്രവർത്തകരോ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരോ അത്രയും സജീവമായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇല്ല. അവരവരുടെ പോസ്റ്റുകൾ വിട്ട് അവര് അതിന്റെ മറുപടി അല്ലെങ്കിൽ അതിന് വരുന്ന കമന്റ്സ് പോലും അതിന് റിപ്ലൈ കൊടുക്കാനുള്ള സമയമൊന്നും അവർക്കില്ല. അപ്പൊ ഇന്നത്തെ ചെറിയ തലമുറ, അതായത് വളർന്നു വരുന്ന തലമുറ, അടുത്ത തലമുറയ്ക്ക് ഈ വലിയ നേതൃത്വത്തിൽ നിൽക്കുന്ന ആൾക്കാര് ഈ ഒരു മേഖലയെ കൈമാറുന്ന സമയത്ത് അവർക്ക് ജേർണലിസം എന്ന് പറയുന്ന കോഴ്സ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരല്ല അവരൊന്നും. കാരണം അവരതിന്റെ എത്തിക്സും കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല. അപ്പൊ എന്താ ചെയ്യുന്ന, അവർക്ക് പറ്റുന്ന രൂപത്തിൽ ചെയ്യുന്നത് ഈ മുതിർന്ന ആൾക്കാരുടെ അറിവിൽ കൂടെ പുതിയ ആൾക്കാർക്ക് കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ പരിപാടിക്ക് ലക്ഷ്യം. ഇല്ല, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. നമുക്കിപ്പോ എവിടെ പോയാലും നമ്മളോട് ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്റെ പൊസിഷനോ എന്റെ ഭാവിയോ അല്ലെങ്കിൽ എന്റെ കുടുംബമോ നോക്കാതെ നിങ്ങൾക്ക് ആർക്കും എന്തും പറയാവുന്ന ഒരു സാഹചര്യമാണെങ്കിൽ എന്റെ മാന്യം, അതായത് നിങ്ങളുടെ ധാരണ തെറ്റായി പോയെങ്കിൽ ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് എന്റെ ഭാവി തീർന്നില്ലേ? അപ്പൊ അവർ ചിന്തിക്കാനുള്ള ഒരു നിമിഷം എങ്കിലും നിങ്ങളൊരു പ്രതികരണത്തിന് മുന്നേ വേണം എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ. ഈ സച്ചിദാനന്ദ മാഷും വൈശാഖനും രാമണിയൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ? അവര് 3 പേരും ഉണ്ടായിരുന്നു. അപ്പൊ അതില് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഇപ്പം സാറ് പറഞ്ഞല്ലോ, ഇതൊരു സംഗീത പരിപാടിയായിട്ട്, അതായത് സാറിനെ കണ്ടപ്പോഴത്തേക്ക് ഒരു സംഗീത പരിപാടിയായിട്ട് മുദ്ര കുത്തിക്കൊണ്ട് ഈ ഫാസിസത്തിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വ്യക്തിത്വങ്ങള് ഇപ്പൊ നമ്മുടെ കൂടെ കൂടി കഴിഞ്ഞാൽ ഫാസിസത്തിന് അനുകൂലമാകുമോ എന്നുള്ളൊരു പേടി വന്നത്. അതെ, കാരണം അവര് 3 പേര് ഇതിനെ എതിർത്തുകൊണ്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സംഘപരിവാർ പരിപാടി ആയതുകൊണ്ടോ പ്രത്യേക അജണ്ടയുള്ള പരിപാടി ആയതുകൊണ്ടോ ഈ സാഹിത്യവും എഴുത്തും ഇതെല്ലാം മനുഷ്യനെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു സംഗതിയാണ്. നിങ്ങൾ ഇതിൽ ഒരാളെ പണ്ടെങ്ങോ അയാളുടെ മുൻമുത്തശ്ശന്മാർ ഇവിടെ രാജകുടുംബാംഗമായിരുന്നു, രാജാവായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആളെ ഗ്ലോറിഫൈ ചെയ്തിട്ട് തമ്പുരാൻ രാജാവെന്നൊക്കെ അനുസ്മരിച്ചുകൊണ്ട് ഒരാളെ ആനയിച്ചുകൊണ്ട് ഒരു പരിപാടിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇതിൽ സഹകരിക്കാമെന്ന് പറഞ്ഞത്. ഈ സൈസ് ഇത്തരം ആളുകളെ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് കൊണ്ടുപോകുന്ന ഇത്തരം പരിപാടികളോടുള്ള എതിർപ്പ് വെച്ചിട്ടാണ് ഞങ്ങൾ ഇതിൽ പങ്കെടുക്കാത്തതെന്നാണ് അവരൊക്കെ പറഞ്ഞിരിക്കുന്നത്. സംഗീത പരിപാടിയാണെന്നും അത് നിങ്ങൾ അവരോട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മറുപടി അറിയാം. എനിക്ക് ഇവര് തന്ന വോയിസുകൾ വോയിസ് ഒക്കെ കേൾപ്പിച്ചു. അതൊന്ന് പിന്നെ
ഞാൻ ഇപ്പൊ ചോദിച്ച ഞാൻ പറയട്ടെ. ഓക്കെ, മനസ്സിലായി. ചോദ്യം മനസ്സിലായി. ചോദ്യം രാജ്യത്തിരുന്നുകൊണ്ട് ഇത്തരം കോമാളിത്തരം കാണിക്കുന്നതിനെ പ്രമുഖരായിട്ടുള്ള എഴുത്തുകാർ വളരെ എതിർത്തിരുന്നു. ഞാന് തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ രാജകുടുംബത്തിൽ സാറായിരുന്നു ജനിച്ചിരുന്നെങ്കിൽ സാറ് പൊതുമധ്യത്തിലേക്ക് ഇറങ്ങാതെ ഈ പരിപാടികളിലൊന്നും പങ്കെടുക്കാതെ ആര് വിളിച്ചാലും പോകാതെ പിന്നെ അയാളെ നിങ്ങൾ ഹിസ് ഹൈനസ് എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു പൊതുസമൂഹത്തിലേക്ക് അരങ്ങേറ്റം പിന്നെ കൊണ്ടുവന്നിരുത്തുന്നതിനെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ്. അയാൾ പരിപാടി പങ്കെടുക്കണ്ടെന്നും ആൾക്ക് ഇവിടെ ജനാധിപത്യപരമായിട്ടുള്ള പിന്നെ അവകാശമൊന്നും ഇല്ലെന്നൊന്നും ആരും പറയുന്നില്ല. ആളെ ഹിസ് ഹൈനസ് എന്നൊക്കെ വിളിച്ചിട്ട് യുവരാജാവ് ഇളമുറ തമ്പുരാൻ എന്ന് പോലും ഇപ്പൊ അദ്ദേഹം അതായത് ഇളമുറ തമ്പുരാൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇരുന്നുകൊണ്ട് എത്രത്തോളം ഗുണകരമാണെന്നുള്ളതിന് അല്ല, ഞാനൊരു വിഷയം എന്നെ മനസ്സിലാക്കിയത് ചിലപ്പോൾ എന്റെ ഭാഗത്ത് തെറ്റായിരിക്കും. ഈ രാജവംശം ഇപ്പോഴും നിലവിലുണ്ട്. അധികാരമില്ല, പ്രഭുപ്പേഴ്സ് സമയത്ത് രാജാധികാരമില്ലെന്ന് രാജകുടുംബം തന്നെയാണ്. ലക്ഷ്മി പാർവതി ഭായി ആയാലും സേതുപതി പാർവതി ആയാലും അവരൊക്കെ ഉണ്ട്, രാജകുടുംബമാണ്. മരുമക്കത്തായ അനുസരിച്ച് അവിടെ സ്ഥാനപ്പേരാണ്. അല്ലെ, അവരെ തമ്പുരാട്ടി എന്നാണ് അവരെ വിളിക്കുന്നത്. പിള്ളമാരെ എന്നെ തുളസിയേരൻ നായർ എന്നാ വിളിക്കുന്നത്. ഞാൻ നായരായതുകൊണ്ട്. പണ്ടത്തെ സ്ഥാനപ്പേരുണ്ട്, ഇപ്പൊ അതില്ലെങ്കിലും. തുളസിയേരൻ പിള്ള അല്ലോ, അപ്പം മാറിയിട്ടില്ല. ഓ അല്ല, അതൊക്കെ കറക്റ്റ് അതിന്റെ സ്പിരിറ്റ് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. സംഖ്യയാവാൻ മെമ്പർഷിപ്പ് വേണമെന്നില്ലല്ലോ. നമ്മൾ തുളസിചേട്ടന്റെ ഈ ശബരിമല കാലത്തെ പ്രസ്താവനയാണ് അത് തെറ്റിദ്ധരിക്കപ്പെടുന്നത് ശബരിമല പ്രസ്താവന ഞാൻ ആ ഒരു ഈശ്വര വിശ്വാസത്തിന്റെ പുറത്തുള്ള പ്രസ്താവനയാണ്. അല്ല, അതിനകത്തല്ല ഇദ്ദേഹത്തിന്റെ സംശയമുണ്ട്. നല്ലൊരു അതായത് ഇവര് തമ്പുരാൻ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഹിസ് ഹൈനസ് എന്ന് എനിക്ക് ഓർമ്മയില്ല, പ്രിൻസ് എന്നാണ് അവരത്. ഏതോ ആദ്യത്തെ അതില് ഹിസൈനസ് നമ്മൾ ഗൂഗിളിൽ അടിച്ചാൽ തന്നെ കാണാം. രാജകുടുംബാംഗങ്ങൾക്ക് ഒരു ശരിക്കും തോന്നുന്നു. അല്ല, ഇതില് അത് ഞങ്ങൾ പഠിക്കേണ്ടവരാണോ? ഞങ്ങൾ പഠിക്കേണ്ടവർ തന്നെ. നിങ്ങളിൽ നിന്ന് കിട്ടുന്നത് ഞങ്ങൾ പഠിക്കുകയാണ്. കാരണം ഇതൊരു പൊതു ചർച്ചയാണല്ലോ, ഒരു സംവാദമാണല്ലോ. ഞങ്ങൾ പഠിക്കാം. ഇതിനകത്ത് പ്രോഗ്രാം കോർഡിനേറ്റർ അത്. ഞാൻ ഫസ്റ്റ് ജനറൽ കൺവീനറാണ് അനസ് ബി. ഫസ്റ്റ് ഡയറക്ടറാണ് കൊല്ലം തുളസി. രക്ഷാധികാരി രഘു കല്ലറയ്ക്കൽ. അബ്ദുൽ അസീസ് രക്ഷാധികാരി. ഈ തമ്പുരാൻ എന്ന് പറയുന്നത് തമ്പുരാൻ കുടുംബത്തിലാകും അങ്ങനെയാണ്. അതായത് ഈ മരുമക്കത്തായ അനുസരിച്ച് ചിത്രലേഖന മഹാരാജാവിന്റെ അനന്തരവനാണ് വന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ അനന്തരമാണ് ഇദ്ദേഹത്തിന്. രാജാധികാരമൊന്നുമില്ല, പക്ഷെ ദേ ആർ നോൺ ആസ് തമ്പുരാൻ. ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ അവര് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ, അത് പത്രത്തിൽ എഴുതാൻ വേണ്ടി പറയുന്നതല്ല. അവര് പറഞ്ഞത് ഞങ്ങൾക്ക് മുകളിൽ ഈ പരിപാടിയായിട്ട് ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞ് കർശന നിർദ്ദേശമുണ്ട്. അതൊന്നും വരികയില്ല. അതിന്റെ വോയിസ് പേഴ്സണൽ ആയിട്ട് വരികയാണ് ഞാൻ എത്തിച്ചത്. കൊല്ലം തുളസി എന്ന് പറയുന്ന ഒരു സംഗി എന്നൊക്കെ രീതിക്ക് ശരിക്കും വളരെ മോശമാണ്. കാരണം വെച്ചാൽ ഞങ്ങളൊക്കെ ചാണകത്തിനകത്ത് നിൽക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞത് തന്നെയാണത്. ഇല്ലാതൊന്നും നിഷേധിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. കാരണം ഏറ്റവും വലിയ തമാശ കൂടുതൽ ഞാനൊരു കാര്യം പറയാം. എത്രയാണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്നിപ്പോ നിലവിലുള്ള എല്ലാ പ്രമുഖരായ എഴുത്തുകാരും രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിൽ മാത്രം സ്ഥാനത്ത് വന്നവരാണ്, എഴുത്തിന്റെ മാത്രമല്ല. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇവരിൽ എത്ര പേര് ഈ കൊച്ചു തലമുറകളെ, അതായത് ഇളം തലമുറകളെ വളർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? ഒരു നല്ല വാക്കെങ്കിലും ഇവരുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരു നല്ല വാക്ക് പറയാനെങ്കിലും അവരിങ്ങനെയുള്ള വേദികളിൽ വരേണ്ടത്. ഒന്ന് വരണ്ടേ? ഇവര് നേരിട്ട് ഇവർക്ക് എന്ത് ദോഷം വരുന്നു? ഇവർക്കൊക്കെ ഇദ്ദേഹത്തിനോട് സ്നേഹമുണ്ട്, നേരിട്ട് വിളിച്ച് പറയാമായിരുന്നു. ഇതല്ല, അവരും പരസ്യമായി മീഡിയയിൽ കൂടെ പ്രതികരിച്ചു. അതാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് തന്നതല്ല നിങ്ങൾക്ക് തന്നേക്കുന്നത്. അതല്ലേ ഞങ്ങൾക്ക് തന്നേക്കുന്നത്? ഞങ്ങള് സംഘികളാണ്, ഞങ്ങളൊക്കെ സംഘികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് വിശ്വസിക്കും? ഞങ്ങളൊക്കെ സാമൂഹ്യ പ്രവർത്തകനാണ്, സോഷ്യൽ വർക്കേഴ്സാണ് ഞങ്ങളൊക്കെ. ഞങ്ങളെ കുറിച്ച് അന്വേഷിക്കാം.
തീർച്ചയായും ഞങ്ങളുടെ എല്ലാ വശങ്ങളും ചിന്തിക്കാം. ഞങ്ങൾ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ, ഞങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ പോയിട്ടുണ്ടോ, ഇതൊക്കെ അവർക്ക് അന്വേഷിക്കാമായിരുന്നു. അന്വേഷിച്ചിട്ട് ഒരാളെ ചൂണ്ടി പറയാം. അല്ലാതെ പരസ്യമായിട്ട് എല്ലാവരെയും ഒന്നിച്ചു പറയാം. നിങ്ങൾ എല്ലാവരെയും കൂടി ഒന്നിച്ചു പറയല്ല. ഒരാളോട് ഒരു കാര്യം ഉണ്ടെങ്കിൽ ആ ആളെ പറയാം. ഈ വ്യക്തിപരമായിട്ട് ഇന്ന ആള് വളരെ അക്കാദമി എനിക്ക് ഗുരുപൂജ പുരസ്കാരം ഞാൻ സംഖ്യയായിട്ടാണ്. സംഖ്യയാണെ തരുമായിരുന്നു. അല്ല അതല്ല നമ്മളിപ്പോ ഇത്തരം ദുർവ്യാഖ്യാനങ്ങൾക്കെതിരെ വിവരമുള്ള അറിവുള്ള ഈ പട്ടം കെട്ടിയ ആൾക്ക് പ്രതികരിക്കുന്നതിനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ പറയുന്നത്. ഇവര് സമൂഹത്തെ പുനരുദ്ധരിക്കേണ്ടവരാണ്. കാരണം തെറ്റുകളെ തിരുത്തി കൊടുക്കേണ്ടവരാണ്. പക്ഷെ അവർ ചെയ്യുന്നത് എന്തെന്നാ, തെറ്റുകൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അത് തെറ്റാണ്. അതിനോട് തീർച്ചും നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം അവരുടെ സ്ഥാനങ്ങളെയോ മാനങ്ങളെയോ ഗുരു തുല്യരായി തന്നെ കണക്കാക്കുന്നു. പക്ഷെ അവര് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വളർന്നു വരുന്നവരെ ഒരു കൈ പിടിച്ചൊന്ന് സഹായിക്കുക. അതിനിവർ ശ്രമിച്ചിട്ടുണ്ടോ? ഇവര് കുറ്റപ്പെടുത്തി തീർച്ചയായും വേണം. അത് നിർബന്ധമായിട്ടും വേണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമല്ല, നിങ്ങൾ ഞങ്ങളുടെ ഈ ആശയത്തോട് യോജിക്കുമെന്നാണ്, എനിക്ക് സുഖമില്ലായിരുന്നു, യോജിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളൊക്കെ മർമ്മമാണ്. നല്ല ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ ഉണ്ടെങ്കിലേ ഞങ്ങൾക്കും പ്രയോജനമുള്ളൂ. ഈ തീരുമാനങ്ങൾ അവർ ഒന്ന് തിരുത്തി ഇവരെ വിളിച്ച് പറഞ്ഞിരുന്നില്ല. അതിനെ എന്നെ വിളിച്ച് പറഞ്ഞത്. ഞാൻ അറിയപ്പെടുന്ന ഒരാളാണ്. 10-80 അദ്ദേഹത്തെ പ്രായമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് എഴുത്തുവാസന എല്ലാം ഉണ്ട്. ഒന്ന് വിളിച്ച് തുളസി ഒരു സംഭവം ഉണ്ടല്ലോ, എന്താണ് ചോദിക്കാം. അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇവർ നേരത്തെ ഒന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയക്കൂടെ ആണ് ഇവർക്ക് സപ്പോർട്ട് കൊടുത്ത് അവരുടെ തലയൊക്കെ വലിയ തലയൊക്കെ വെച്ചാൽ കൊടുത്തത്. എന്നിട്ട് അവർ തന്നെ തിരിച്ചു കൊടുക്കുന്ന ആ ഒരു ദുഷിച്ച് നാറിയ പ്രവണത. ഇനി എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ശരിക്കും പറഞ്ഞെങ്കിൽ ഇതിലെ നമുക്ക് ഒറ്റ വിഷയമാണ്, നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം. തീർച്ചയായും ഉണ്ട്. ഇല്ലാന്നുള്ളതല്ല ഞങ്ങളെ പറയുന്നു മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് വേണം. കാരണം ഇതൊരു പുതിയൊരു ഒരു മാറ്റത്തിലേക്ക് വേണ്ടി തന്നെയാണ് പോകുന്നത്, ഒരു നല്ല മാറ്റത്തിലേക്ക്. എനിക്കിതിനൊക്കെ പണ്ടെങ്കിലും ഈ ONVയുടെ പാട്ടാ, വെറുതെ ഈ മോഹങ്ങൾ എന്നറിഞ്ഞിട്ട് വെറുതെ മോഹിക്കുക. ഇത് നടന്നാൽ ഒരു വലിയൊരു മാറ്റം വരും. പക്ഷെ നടക്കില്ല. ക്വാളിഫൈഡ് ആളുകളല്ല ബഹുഭൂരിപക്ഷ യൂട്യൂബർമാർ. എനിക്കറിയാം. ഞാൻ വരുന്ന പിള്ളേരുണ്ട്, ആരെങ്കിലും പിടിച്ചോണ്ട് വരിക, ഇന്റർവ്യൂ എടുത്ത് കൊല്ലം തൊഴിൽ എപ്പോഴാ സിനിമയിൽ വന്ന് പഴയ പണ്ട് 56 വർഷത്തിന് മുമ്പ് അന്ന് പോലും ജനിക്കാത്ത പിള്ളേർ വന്ന് എപ്പോഴാ ചേട്ടൻ വന്ന് എന്നൊക്കെ ചോദിക്കുമ്പോഴില്ലേ, കൊച്ചു ഞാൻ ജേർണലിസം പഠിച്ചിട്ടുണ്ട്. അതൊന്നുമില്ല, ചേട്ടൻ പറഞ്ഞു വരാൻ പറഞ്ഞു. ഇതാണ്, ഇതിനെ മിസ്യൂസ് ചെയ്യുന്നു. ആർക്കും എന്തും ആകാം സോഷ്യൽ മീഡിയ കൂടെ എന്നുള്ള അതിനെ നിയന്ത്രിക്കണമെന്ന് മാത്രമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതിനെനിക്ക് നല്ല ആശയമാണെന്ന് എനിക്ക് തോന്നിയതിൻ്റെ പേരിൽ. പിന്നെ എനിക്കിപ്പോൾ സംഖ്യപട്ടം തന്നത് എത്ര നല്ലതായിരുന്നു. ഇതിനൊന്നും നന്ദിയുണ്ട്. സച്ചിദാനന്ദ മാധവാണ് ചർച്ച കൊടുത്തത്. അല്ല, നിങ്ങൾക്ക് എന്റെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേൾപ്പിച്ചു തരാം. ഇന്നലെ രാജീവ് ആലെങ്കിലും ഞാൻ ഇടതുപക്ഷ സഹയാത്രികനാണ്. ഞാനും ഇത് തന്നെയാണ്. ഞാൻ ചന്ദനക്കുറി വെച്ചിട്ട് കുറച്ച് രീതിയൊക്കെ കുറച്ച് കാരണം 2 വാക്ക്. ഇദ്ദേഹം റസൽ പ്രോഗ്രാം കോർഡിനേറ്റർ മാത്രമല്ല, അദ്ദേഹം ഒരു 3 സംഘടനയുടെ ആൾക്കാണ്. അതുകൂടെ പരിചയപ്പെടുത്തി. ഞാൻ തിരുവനന്തപുരത്താണ്. ഈ പറയുന്ന ഇവിടെ പറഞ്ഞത് ഉദ്ഘാടന സമയത്തായിരുന്നു. പക്ഷെ അതിനുശേഷമുള്ള കാര്യങ്ങളുണ്ട്. എനിക്ക് നമ്മളൊരു 30ഓളം സെഷനുകളുണ്ട്. ഈ നേരത്തെ ചോദിച്ചാൽ പത്രപ്രവർത്തകരുണ്ട്, സാഹിത്യകാരുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നാളത്തെ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കുന്ന സെഷനുകളെല്ലാം വിവിധ വിഷയങ്ങളാണ്. അതായത് സോഷ്യൽ മീഡിയ എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു എന്ന ആശയത്തിൽ ഉൾപ്പെടുത്തിയിട്ടാണ് സെഷനുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ നോട്ടീസ് കണ്ടാകുന്നുള്ളൂ. പലപ്പോഴും ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ രാജാവിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആക്ഷേപം ഉന്നയിക്കുക എന്നുള്ളത് അതിന്റെ യഥാർത്ഥ ആശയമായി മനസ്സിലാക്കില്ല. സച്ചിദാനന്ദ ഉൾപ്പെടെയുള്ള ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൽ പുതിയ തലമുറയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, സോഷ്യൽ മീഡിയ എന്തിനാ ദുരുപയോഗം, ആത്മഹത്യ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ അതിന്റെ ദുരുപയോഗം നടക്കുന്നു, അതേപോലെ വിവിധ ചർച്ചകളുണ്ട്. ഇപ്പൊ സ്വാഭാവികമായിട്ട് 3 ദിവസവും നിങ്ങളുടെ ഭാഗത്തുള്ള സജീവ സഹകരണം ഉണ്ടാകുന്നു. ഓക്കെ, താങ്ക് യു.